നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ വിവിധയിടങ്ങളിലായി ഇന്ന് രാത്രി മുതൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വെള്ളി, ശനി ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്നും കൂടുതൽ മഴ പ്രതീക്ഷിക്കാമെന്നും മന്ത്രാലയം പറയുന്നു. ഈ ദിവസങ്ങളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്നും റിപ്പോർട്ടുണ്ട്. രാജ്യത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് അസ്ഥിര കാലാവസ്ഥയ്ക്ക് കാരണമെന്നും അധികൃതർ അറിയിച്ചു. മഴയ്ക്ക് ശേഷം രാജ്യത്ത് തണുപ്പ് വർദ്ധിക്കാനും സാധ്യത ഏറെയാണ്. ബഹ്റൈൻ കോഫി ഫെസ്റ്റിവൽ 2025 ആരംഭിച്ചു. എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി, എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ, ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവയുടെ സഹകരണത്തോടെ DXB ലൈവാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 13 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിവലിൽ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലധികം പ്രാദേശിക അന്തർദേശീയ ബ്രാൻഡുകളും പങ്കെടുക്കുന്നു. കോർട്ടൽഡോ, ബ്ലാക്ക് 22, മൊമെന്റ്സ് റോസ്റ്ററി, റൈസ് ബേക്ക് ഹൌസ് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ആഗോള കോഫി ബ്രാൻഡുകളും ഉപകരണ പങ്കാളികളായ ബാരിസ്റ്റ സൊല്യൂഷൻസ്, ആൾട്ടൂറ എന്റർപ്രൈസസ്, കോഫി സൂപ്പ്, ബീൻസ്, പാരാമൗണ്ട് തുടങ്ങിയ മറ്റ് നിരവധി വ്യവസായ പൈനിയർമാരും ഫെസ്റ്റിവലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രാദേശിക അന്തർദേശീയ ബ്രാൻഡുകളുടെ ഓഫറുകളുള്ള വിപുലമായ ഭക്ഷണപാനീയ മേഖലയും നൂതനമായ കോഫി അനുഭവങ്ങളും ഏറ്റവും പുതിയ റോസ്റ്റിംഗ്, ബ്രൂയിംഗ്, പ്രൊഫഷണൽ ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു മേഖലയും പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹ്റൈൻ പ്രവാസിയായ അനീഖ്വ അബ്ബാസ് കെ എന്ന 13 വയസ്സുകാരിയുടെ ആദ്യ പുസ്തകം ദ വിൻഡോ ഓഫ് ട്രൂത്ത് ഔദ്യോഗിക പ്രകാശനം ഡിസംബർ 11 ഇന്ന് വ്യാഴാഴ്ച രാത്രി ബഹ്റൈൻ കേരളീയ സമാജം ഇന്റർനാഷണൽ ബുക്ക് ഫെയർ വേദിയിൽ അരങ്ങേറും. പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ PMA ഗഫൂർ പുസ്തക പ്രകാശനം നിർവഹിക്കും. മലയാളികളുടെ ഏറ്റവും വലിയ സാഹിത്യോത്സവങ്ങളിലൊന്നായ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഒരു ചെറുപ്പക്കാരിയായ എഴുത്തുകാരിക്ക് ലോകത്തിന്റെ മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കാനുള്ള അപൂർവ അവസരമാണ് നൽകുന്നത്. ബഹ്റൈനിലെ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി. IYCC ഗുദേബിയ ഹൂറ ഏരിയ കമ്മിറ്റിയുടെ കൺവെൻഷനും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പും നാളെ വെള്ളിയാഴ്ച നടക്കും. ഡിസംബർ 12 രാത്രി 8:30 ഇന്ത്യൻ ഡിലൈറ്റ്സിലെ ലീഡർ K കരുണാകരൻ നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം പുതിയ നേതൃത്വത്തെ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കുന്നതിനാണ് കൺവെൻഷൻ വഴി തുറക്കുക. ഏരിയയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ കൺവെൻഷൻ നിർണായകമാകുമെന്ന് ഏരിയ ഭാരവാഹികൾ അറിയിച്ചു. ഏരിയയിലെ മുഴുവൻ പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായിരിക്കുമെന്നും ഓരോ പ്രവർത്തകന്റെയും അഭിപ്രായങ്ങൾക്കും പ്രാതിനിധ്യത്തിനും മുൻഗണന നൽകുമെന്നും ഏരിയ പ്രസിഡന്റ് സജിൽ കുമാർ, ജനറൽ സെക്രട്ടറി സൈജു സെബാസ്റ്റ്യൻ എന്നിവർ കൂട്ടിച്ചേർത്തു. ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ കേരളീയ സമാജം എന്റർടൈൻമെന്റ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ധൂം ധലാക്ക സീസൺ 7 ഡിസംബർ 16 അരങ്ങേറും. പ്രശസ്ത പിന്നണി ഗായകരും സ്റ്റാർ സിംഗർ താരങ്ങളുമായ അരവിന്ദ് ദിലീപ് നായർ, ശ്വേത അശോക്, ശ്രീരാഗ് ഭരതൻ എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത നിശയാണ് ധൂം ധലാക്കയുടെ പ്രധാന ആകർഷണം. അതോടൊപ്പം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെ 200-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വൈവിധ്യ നൃത്താവിഷ്കാരങ്ങളും അരങ്ങേറും. കലാവിഭാഗം കൺവീനർ ദേവൻ പാലോടാണ് ഇടവേളകളില്ലാത്ത ഈ കലാവിരുന്നിന്റെ ഏകോപനം നിർവഹിക്കുന്നത്.
സമാജത്തിന്റെ വാർഷിക കലണ്ടറിലെ ഏറ്റവും ശ്രദ്ധേയമായ നൃത്തസംഗീത പരിപാടിയായ ധൂം ധലാക്ക കാണുന്നതിന് പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും ബഹ്റൈനിലെ എല്ലാ കലാസ്വാദകരെയും സ്വാഗതം ചെയ്യുന്നതായും സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. സമസ്ത ബഹ്റൈൻ കേന്ദ്ര കമ്മിറ്റി ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ പുറത്തിറക്കിയ 2026 കലണ്ടർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ SIC ഒമാൻ നാഷണൽ പ്രസിഡന്റ് അൻവർ ഹാജിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. സമസ്ത ബഹ്റൈൻ സംഘടിപ്പിച്ച സമസ്ത 100ാം വാർഷിക പ്രചാരണ സമ്മേളനത്തിലാണ് പ്രകാശനം നിർവഹിച്ചത്. ബഹ്റൈൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹിസ് എക്സലൻസി അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാത്ത, ഖാസി ഷെയ്ഖ് ഹമദ് സാമി അൽ ദോസറി, സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ പൂക്കോയ തങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. സമസ്ത ബഹ്റൈൻ 2026 കലണ്ടറുകൾ ഏരിയ കമ്മിറ്റികൾ മുഖേന ബഹ്റൈനിൽ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 39657486 അല്ലെങ്കിൽ 39128941 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സമസ്ത ബഹ്റൈൻ കമ്മിറ്റി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രചരണത്തിന്റെ ഭാഗമായി ബഹ്റൈനിൽ പുറത്തിറക്കിയ സമ്മേളന പ്രചരണ സപ്ലിമെന്റ് പ്രകാശനം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ബഹ്റൈൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹിസ് എക്സലൻസി അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാത്തയും ചേർന്ന് നിർവഹിച്ചു. ബഹ്റൈനിലെ പ്രമുഖ ടീമുകളെ ഉൾപ്പെടുത്തി വോയിസ് ഓഫ് ആലപ്പി സംഘടിപ്പിക്കുന്ന ആദ്യ വടംവലി മത്സരം ഡിസംബർ 12-ന് നടക്കും. സൽമാനിയിലെ അൽ ഖാസിയ ക്ലബ് ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ ആരംഭിക്കുന്ന മത്സരത്തിൽ ബഹ്റൈനിലെ പ്രൊഫഷണൽ വടംവലി ടീമുകൾ ഏറ്റുമുട്ടും. ബഹ്റൈനിലെ ടഗ് ഓഫ് വാർ അസോസിയേഷനുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. അവധിക്ക് നാട്ടിൽ പോയ വോയിസ് ഓഫ് ആലപ്പി വടംവലി ടീം അംഗമായിരുന്ന മനു കെ രാജൻ 4 മാസം മുൻപ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ട്രോഫിയും മറ്റ് സമ്മാനങ്ങളും വിജയികൾക്ക് സമ്മാനിക്കും. വോയിസ് ഓഫ് ആലപ്പി സ്പോർട്സ് വിംഗിന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിക്കുക. തരംഗ ശൈലിയിലാണ് മത്സരം. കഴിഞ്ഞ വർഷം വോയിസ് ഓഫ് ആലപ്പിയിലെ വിവിധ ഏരിയ കമ്മിറ്റി ടീമുകൾ തമ്മിൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ടൂർണമെന്റിന്റെ വിജയത്തെ തുടർന്ന് ഈ വർഷം പ്രൊഫഷണൽ ടീമുകളെ ഉൾപ്പെടുത്തി മത്സരം വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഗിരീഷ് ബാബുവിനെ 36962896 എന്ന നമ്പറിലോ പ്രശാബ് MK 37136486 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം. ഇടവേള. മറ്റു വാർത്തകൾ കാണാം. സീറോ മലബാർ സഭയ്ക്ക് ആദ്യമായി പാത്രിയാർക്കൽ പദവി നൽകാനൊരുങ്ങി വത്തിക്കാൻ. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാത്രിയാർക്കീസ് അയക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡ് സെക്രട്ടറിയെയും മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചു. മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംപ്ലാനിയും ലിയോ 14 മാർപ്പാപ്പയുമായി ഈ മാസം 15-ന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തും. പാത്രിയാർക്കൽ പദവി ലഭിച്ചാൽ സഭയ്ക്ക് കൂടുതൽ സ്വയം ഭരണാധികാരം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. ക്രിസ്തുമസിന് മുൻപ് പാത്രിയാർക്കീസ് പദവി നൽകുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായേക്കും. പാത്രിയാർക്കീസ് പദവി ആത്മീയ പദവി കൂടിയാണ്. സീറോ മലബാർ സഭയ്ക്ക് കോട്ടയം, ചങ്ങനാശ്ശേരി, എറണാകുളം, അങ്കമാലി, തലശ്ശേരി എന്നീ അതിരൂപതകൾക്കായി 4 ആർച്ച് ബിഷപ്പുമാരാണ് ഉള്ളത്. ഈ മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം മികച്ച പോളിംഗോടെ പൂർത്തിയായി. എല്ലാ ജില്ലകളിലും പോളിംഗ് 70% കടന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാടാണ്. കുറവ് രേഖപ്പെടുത്തിയത് തൃശൂരും. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കനുസരിച്ച് 75.85% പോളിംഗ്. 100-ലേറെ ബൂത്തുകളിൽ യന്ത്രത്തകരാർ സംഭവിച്ചിരുന്നു. എന്നാൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാനും സാധിച്ചു. പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പോളിംഗിൽ വടക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പിൽ കാര്യമായ ആവേശം കണ്ടില്ല എങ്കിലും കഴിഞ്ഞ തവണ പോളിംഗ് ശതമാനത്തിന്റെ അടുത്താണ് പോളിംഗ് ശരാശരി. ബലാത്സംഗ
ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തി. പാലക്കാട് കുന്നത്തൂർ മേടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. 2 കേസിലും അറസ്റ്റ് തടഞ്ഞതോടെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന MLA പുറത്തു വന്നത്. 15 ദിവസത്തിന് ശേഷമാണ് രാഹുൽ ഒളിവിൽ നിന്ന് പുറത്തെത്തുന്നത്. പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നും കോടതി തീരുമാനിക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. സത്യം ജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പ്രദേശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂക്കുവിളിയും പ്രതിഷേധവും ഉണ്ടായിരുന്നു. അതിനിടെ രണ്ടാമത്തെ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും സർക്കാർ പറഞ്ഞു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി 15-ന് വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഈ കേസിൽ രണ്ടാം പ്രതിയായ രാഹുലിന്റെ സുഹൃത്ത് ജോബ് ജോസഫ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മാറ്റിവെച്ച സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 14-നും 15-നും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ സെമിയിൽ തൃശൂർ മാജിക് FC മലപ്പുറം FCയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് രണ്ടാം സെമി. നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FCയും കണ്ണൂർ വാരിയേഴ്സും ഏറ്റുമുട്ടും. ഡിസംബർ 7-നും 10-നും നടക്കേണ്ടിയിരുന്ന മത്സരങ്ങളാണ് തിരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി പോലീസ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ചത്. ഇരു മത്സരങ്ങൾക്കും ഫുട്ബോൾ ആരാധകർ ഏറെ എത്താൻ സാധ്യതയുള്ളതായും സുരക്ഷാ പ്രശ്നങ്ങൾ ഉടലെടുത്താൽ നിയന്ത്രിക്കാൻ വേണ്ടത്ര പോലീസുകാർ ഇല്ലെന്നും തൃശൂർ പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു.